നമസ്കാരം. സംഖ്യകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ അഥവാ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സംഖ്യ 111 ആണ്. രണ്ടാമത്തേതായ സംഖ്യ 999 ആകുന്നു. ഈ രണ്ട് വിശേഷപ്പെട്ടതായ സംഖ്യകളിൽ ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 111 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമാകും എന്ന് വിചാരിച്ചതായ പല കാര്യങ്ങളും അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മഫലത്താൽ പോലും വന്ന് ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങളെ, അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും ആഗ്രഹ സാഫല്യത്തിന് തടസ്സം നിൽക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവ മറികടന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കാരണം ഈശ്വരാനുഗ്രഹത്താലാണ് ഇത്തരം കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് തടസ്സമാകുന്ന അല്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നേതൃത്വ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും പ്രത്യേകമായ കഴിവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മുതൽക്കൂട്ടായി മാറും എന്നതാണ് വാസ്തവം. ആദരവ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള ചില പോംവഴികൾ നിങ്ങളെ തേടിയെത്താം. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. പല ആവശ്യങ്ങളും പെട്ടെന്ന് നിറവേറ്റുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചില ആഗ്രഹങ്ങൾ വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ ചില ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് മറ്റുള്ളവരുടെ സഹായത്താലാക്കാം. മറ്റുള്ളവരുടെ സഹായവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും എങ്കിൽ പോലും ധന ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനത്താൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പ്രധാനമായും നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരേണ്ടതായ അല്ലെങ്കിൽ ചേരുവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് നടക്കാതെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതും എന്നാൽ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പെട്ടെന്ന് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യത്താലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക എന്ന കാര്യവും ഓർക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം ലഭിക്കാതെ അപ്രതീക്ഷിതമായി ഭാഗ്യത്താൽ, കഠിനാധ്വാനത്തേക്കാൾ ഭാഗ്യത്താൽ പണം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടം നേടുകയും അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട്, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട്
അവരുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സഹായിച്ചവരിൽ നിന്നും എന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കണം എന്നില്ല. അപ്രതീക്ഷിതമായി പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബത്തിൽ നിന്നും ചില സഹായങ്ങൾ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ തന്മൂലം വർദ്ധിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം കഴിവുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ശോഭിക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അതിനാൽ ഒരിക്കലും നിങ്ങൾ തളരുവാൻ പാടുള്ളതല്ല. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക. രണ്ടാമത്തെ നമ്പറായ 999 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളും നിങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് പോലും പലപ്പോഴും പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യം. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതായ കാര്യമാണ് സംഭവിക്കുന്നത്. അഥവാ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിക്കുന്നതായ പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യം. അത് നിങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ തളർന്നിരിക്കുവാൻ നിങ്ങളെ കിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം. നിങ്ങൾ ഒരു കാര്യത്തിലും മനസ്സ് ശരിയായ രീതിയിൽ ഉറപ്പിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യവും പലപ്പോഴും നിങ്ങൾക്കുണ്ട്. അതിനാൽ പലപ്പോഴും എന്ത് ചെയ്യണം എന്നൊരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും അല്പമൊന്ന് മനോബലം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഏകാഗ്രത നിങ്ങൾക്ക് അനിവാര്യമായി വരുന്ന സമയമാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കണം. മനോബലം വർദ്ധിപ്പിച്ച് ഏകാഗ്രത വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങൾ കൊണ്ടും ഈ ആഗ്രഹത്തിന് വിഘ്നങ്ങൾ സംഭവിക്കാം. അത് ശാരീരികപരമായ ക്ലേശങ്ങൾ കൊണ്ട് സംഭവിക്കാം. ശാരീരികപരമായ പ്രയാസങ്ങൾ കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക് കഠിനാധ്വാനത്താൽ ഉയരുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ശത്രുക്കളുടെ ഇടപെടലിനാലോ അല്ലെങ്കിൽ അവർ മൂലമോ നിങ്ങൾക്ക് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാലും പോസിറ്റീവായ ചിന്തകൾ ഇല്ലാത്തതിനാലും നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രേരണയാലോ മനസ്സിൽ നിറയുന്നതിനാലോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഇത്തരത്തിൽ വന്നു ചേരുന്നതായ ആ ക്ലേശങ്ങൾ, ആ തടസ്സങ്ങൾ, വിഘ്നങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയാൽ പോലും നിങ്ങൾക്ക് ആ ആഗ്രഹം കഠിനമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതായത് ആ ആഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് നടക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ മറ്റ് ചില ആഗ്രഹങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പല കാര്യങ്ങളിലും നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അത് ചിലരെ ഭയന്നിട്ടാണോ എന്ന കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ഭയം നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കും എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ എത്തിച്ചേരുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഈശ്വരൻ്റെ കവചം നിങ്ങളിലുണ്ട്. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അനുകൂലമായി തീരുന്നില്ല എന്നതാണ് വാസ്തവം. അതിൻ്റെ അർത്ഥം ആ കാര്യങ്ങൾ നടക്കില്ല എന്നല്ല. തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുക. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ ആഗ്രഹത്തെ തടസ്സമായി നിൽക്കുന്ന
ആ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലുണ്ട് എങ്കിൽ അർഹമായത് നഷ്ടമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു.